നമസ്കാരം, ഞാൻ അനിലാണ്. വെൽക്കം ബാക്ക് ടു വില്ലേജ് വൈബിംഗ് ഡേ. നമ്മൾ ഇന്നൊരു ഫിഷിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. വേറെ ഒന്നും അല്ലാതെ നമ്മുടെ കയ്യിൽ ചൂണ്ട കാര്യങ്ങളുണ്ട്. ചൂണ്ട മാത്രമല്ല, അതുപോലെ തന്നെ നമ്മുടെ മാവ്, അത് നമ്മുടെ ഏരിയ കാര്യങ്ങളൊക്കെ സെറ്റാണ്. നമുക്ക് മീനും കാര്യങ്ങളും കിട്ടുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടെ. ഞാൻ ഒറ്റക്കല്ല, എൻ്റെ കൂടെ കണ്ണാപ്പി ഉണ്ട്, അതുപോലെ തന്നെ അച്ചുണ്ട്. അവരവിടെ ചൂണ്ടയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് മീൻ കണ്ണാപ്പി പൊക്കിയിട്ടുണ്ട്. കാണിച്ചേ. നമ്മളങ്ങനെ രണ്ടാമത്തെ ക്യാമറ ഇരിക്കൊണ്ടാണ് താഴ്ച. നമ്മൾ മീനിനെ പിടിക്കുമ്പോഴേ തലപ്പാകത്ത് വേണം പിടിക്കാൻ. ഇങ്ങനെ വേണം പിടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ മീൻ പിടക്കും. നമ്മൾ അപ്പോൾ അതിൻ്റെ മുള്ള് കാര്യങ്ങളൊക്കെ കൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും മീനിനെ പിടിക്കാന്നുണ്ടെങ്കിൽ ഏത് മീനാണെന്നുണ്ടെങ്കിൽ പിടിക്കും. ഇങ്ങനെയായിട്ട് വേണം പിടിക്കാൻ. ഇതും ഈ മീനും ആശാൻ വിഴുങ്ങി കളഞ്ഞിട്ടുണ്ട്. കണ്ട, ഉള്ളിലാണ് ഇരിക്കുന്നത്. അതായത് നമുക്ക് വരച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് പ്രസ് ചെയ്യാം. എന്നിട്ട് കൊളുത്തിൻ്റെ തുമ്പുണ്ടെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ലൂസാക്കിയാൽ മതി.
4 കരിമീനായി. എന്തായാലും ഒരാളോട് നമുക്കിവിടെ ചൂണ്ടിടാൻ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ചൂണ്ടിട്ടിട്ട് ഇത്രയും മീനാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കൊരു 5-6 കരിമീനുണ്ട്, അതുപോലെ തന്നെ ഒരു 2 പൂളാനുണ്ട്, അതുപോലെ തന്നെ ഒരു കൂരിയുണ്ട്. നമുക്ക് എന്തായാലും നമ്മളും ആകെ ഒന്ന് വേർത്ത് നിൽക്കുകയാണ്. അതുപോലെ തന്നെ മീനും നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം, നമുക്കൊന്ന് ഫ്രഷ് ആവണം. അങ്ങനെ നമ്മുടെ മീൻ ഇവിടെ നമ്മൾ ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാനും ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ മീൻ ഫ്രൈ ചെയ്യണം, അതുപോലെ തന്നെ പൊള്ളിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്തായാലും നമ്മളിപ്പോൾ പൊള്ളിക്കാന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെ എത്തിപ്പാ. എന്തായാലും നമുക്ക് മീൻ പൊള്ളിക്കാം. അതെ, നമ്മൾ തീ പിടിപ്പിച്ചിട്ടുണ്ട്, ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എണ്ണ ഒഴിച്ച് കൊടുക്കാം. ചട്ടി ഇപ്പോൾ ഏകദേശം ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായതിന് പുറകെ നമ്മൾ ചുവന്നുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു. ചുവന്നുള്ളി ഇട്ടു, അതുപോലെ തന്നെ നമ്മൾ ഇഞ്ചി ചതച്ചുണ്ടായിരുന്നു, ഇഞ്ചി ഇട്ടു. അതുപോലെ തന്നെ പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് അത് ഇട്ടിട്ടുണ്ട്. പിന്നെ പുറകെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. എന്തായാലും അത് നല്ലോണം നമുക്കൊന്ന് വഴണ്ട് വരണം. നമ്മുടെ ഗ്രേവിയിലേക്ക് നമ്മൾ ചൂണ്ടിട്ട് പിടിച്ച് വെച്ചത് നല്ല സൂപ്പർ നമ്മുടെ കരിമീൻ നമ്മുടെ ചമ്പുവാണ്. അങ്ങനെ നമ്മുടെ കരിമീക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കരിമീക്കറിക്ക് കോമ്പിനേഷൻ ആയിട്ട് കപ്പയുണ്ട്. അപ്പോൾ എൻ്റെ ഇടവും വല്ലതൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കരിമീക്കറിയും കപ്പയും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട്? സൂപ്പറാണ്. എങ്ങനെയുണ്ട്? അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഉണ്ടല്ലോ, ചാനലിന്റെ പേര് മറക്കണ്ട, വില്ലേജ് വൈബിംഗ് എന്നാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്താ ചെയ്യണ്ടേ ഒന്ന് പറഞ്ഞ ക്യാമറ. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ടാറ്റാ ബൈ.